ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സമനില തെറ്റിയ സന്തോഷ് തീക്കൊള്ളിയുമായി പോറ്റിയെ വീടിന് ചുറ്റുമിട്ട് ഓടിക്കുന്നുണ്ട്. അവരുടെ പുറകെ ബഹളം വെച്ചോണ്ട് മണിയും. ഓട്ടത്തിനിടയിൽ ഓടി തളർന്നു നിൽക്കുന്ന ആ മണിയുടെ അടുത്തെത്തുമ്പോൾ, മണി, ആ ഉറങ്ങിക്കിടക്കുന്ന നടേശിനെ ഒന്ന് വിളിക്കും മണി, അല്ലെങ്കിൽ പണിക്കരെ വിളിക്ക്, നമ്മുടെ കയ്യിൽ നിൽക്കില്ലെന്ന് പറഞ്ഞ് പോറ്റി വീണ്ടും ഓടുമ്പോഴേക്കും സന്തോഷം അങ്ങോട്ടെത്തുന്നുണ്ട്. മണി സന്തോഷിനെ പിടിച്ചു നിർത്തി, കുഞ്ഞുട്ടാ വീട് മതിയാക്ക്, എടാ മതി വിടടാ, എന്താ നീ കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അവനെ പിടിച്ചു വെക്കുന്നത് കാണുന്ന പോറ്റിയും പുറകിൽ പതിഞ്ഞു നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോഴേക്കും, നീ പിന്നെ എന്നെ പറ്റിച്ചല്ലേ, നീ ധാരികനല്ലേടാ, പോരിന് വാടാ ധാരിക വീര എന്നൊക്കെ സന്തോഷ് വിളിച്ച് പറയുമ്പോൾ അത് അമ്മാവനാന്ന് മണിയും പറയുന്നുണ്ട്. വീണ്ടും മണിയുടെ കൈ വിടുവിച്ച്, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും എന്ന് പോറ്റിയുടെ നേരെ പറഞ്ഞുകൊണ്ട് സന്തോഷ് സിറ്റ് ഔട്ടിലേക്ക് ചെന്നിരിക്കുമ്പോഴേക്കും, അണ്ണാ ഇനി എന്ത് ചെയ്യുമെന്ന് മണി പേടിയോടെ ചോദിക്കുന്നുണ്ട്. പോയി പണിക്കരെ വിളിക്കും മണി എന്ന് പോറ്റി പറയുമ്പോഴേക്കും മണിയും പണിക്കരെ വിളിക്കാനായി അകത്തോട്ട് ഓടുന്നുണ്ട്. അകത്തേക്ക് ചെന്ന് ഇങ്ങേരിതെന്തുറക്ക എന്ന് നടേശനെ പഴിച്ചോണ്ട് മൊബൈലെടുത്ത് പണിക്കരെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് മണി. പിന്നീട് പോയി നടേശനെ വിളിച്ചോണ്ട് വരുന്നുണ്ട്. സ്റ്റെയർകേസ് ഇറങ്ങുന്നതിനിടയിൽ മണി ചോദിക്കുന്നുണ്ട്, ഇത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിട്ട് നിങ്ങളൊന്നും കേട്ടില്ലേ മനുഷ്യ, എന്തൊരു ഉറക്കാ നിങ്ങളുടേന്ന്. ഞാനൊന്നും കേട്ടില്ലെന്ന് പറഞ്ഞ് നടേശനും സിറ്റൗട്ടിലേക്ക് വരുമ്പോഴേക്കും സന്തോഷ് അവിടെ ഇരിപ്പാ. അവന്റെ അരികിലേക്ക് ചെന്ന്, മോനെ സന്തോഷേ എന്ത് പറ്റിയടാ എന്ന് ചോദിച്ച് അവന്റെ കയ്യിലെ ആ വിറക് കൊള്ളി പിടിച്ച് വലിച്ചെറിയുന്നുണ്ട് നടേശൻ. പോറ്റി അപ്പോഴും പുറകുവശത്ത് ഒളിഞ്ഞു നിൽപ്പ് തന്നെയാ. വാ മോനെ അകത്തേക്ക് പോവാം, മോനെ അച്ഛനല്ലേടാ വിളിക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സന്തോഷ് അകത്തേക്ക് പോവാൻ കൂട്ടാക്കുന്നില്ല. അപ്പോഴാണ് മണി വിളിച്ചു പറഞ്ഞതനുസരിച്ച് പണിക്കർ അങ്ങോട്ട് വരുന്നത്. പണിക്കർ വരുന്നത് കാണുന്ന പോറ്റിയും സന്തോഷത്തോടെ പണിക്കരെന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ കൈ ചേർത്ത് പിടിച്ച്, രക്ഷിക്കണേ പണിക്കരെ, വായിന്ന് നുരയും പതയും വന്നെന്ന് സന്തോഷിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുമ്പോൾ സന്തോഷം അവരെ കണ്ട് ദേഷ്യത്തോടെ എഴുന്നേൽക്കുന്നുണ്ട്. നടേശനും മണിയും പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സന്തോഷ് അവരുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് പുറകു വശത്തേക്ക് പോയി വീണ്ടും അടുപ്പിൽ നിന്ന് ഒരു തീക്കൊള്ളിയുമായി പണിക്കരുടെയും പോറ്റിയുടെയും അടുത്തേക്ക് വരുന്നത് കാണേ അവർ വീണ്ടും വീടിന്റെ പുറകുവശത്തൂടെ ഓടുന്നുണ്ട്. പുറകെ സന്തോഷം, അവന്റെ പുറകെ മണിയും നടേശനും. മോനെ സന്തോഷേ പറയുന്ന കേൾക്ക് എന്ന് പറഞ്ഞ് നടേശനും മണിയും സന്തോഷിനെ ഒരു വിധത്തിൽ പിടിച്ചു നിർത്തുമ്പോഴേക്കും പോറ്റിയും പണിക്കരും മുൻവശത്തെ വഴിയിലൂടെ ഓടാനായി തുടങ്ങുന്നുണ്ട്. അപ്പോഴാണ് സന്തോഷിന്റെ ചേട്ടൻ ആനന്ദവും ചേട്ടത്തി റാണിയും സ്കൂട്ടിയിൽ അതുവഴി വരുന്നത്. അവൻ ഇളകിയിട്ടുണ്ട്, മോനെ പോയി അവനെ പിടിക്കടാ പോടാ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഓടിപ്പോയി അവിടെ നിന്ന് പേടിയോടെ നോക്കി നിൽപ്പുണ്ട്. എനിക്കവനെ കൊല്ലണം, വിടാനാ പറഞ്ഞേ എന്നൊക്കെ സന്തോഷ് വിളിച്ചു പറയുന്നതും അച്ഛനും അമ്മയും കൂടി അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതും കണ്ട് കൂട്ടിന്നിറങ്ങിയ ആനന്ദ് റാണിയോടായി പറയുന്നുണ്ട്, ഇവൻ ഇങ്ങനെയൊക്കെയായോ, പറഞ്ഞാൽ കേൾക്കില്ല, നൂലും ജപവുമായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് സന്തോഷിന്റെ കയ്യിൽ നിന്ന് ആ തീക്കൊള്ളി എടുത്ത് വലിച്ചെറിയുന്നുണ്ട് ആനന്ദ്. അപ്പോഴും സന്തോഷ് കൊല്ലണം കൊല്ലണമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ആനന്ദും അമ്മയോട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഈ അമ്മ കാരണമായി ഇങ്ങനെയായത്, ഡോക്ടറെ കാണിക്കാനായി എത്ര നാളായി പറയുന്നു എന്ന് പറയുമ്പോഴേക്കും ഇതിനി ഡോക്ടറെ കാണിക്കുന്നത് തന്നെയാ നല്ലതെന്ന് പണിക്കരും വിളിച്ചു പറയുന്നുണ്ട്. അളിയനും പണിക്കരും സന്തോഷിന്റെ മുന്നിൽ വരാതിരിക്കുന്നതാ നല്ലത്, ഇവന് നിങ്ങളോട് ദേഷ്യമെന്ന് നടേശം വിളിച്ചു പറയുമ്പോൾ, അല്ലെങ്കിലും ഞാൻ ഇറങ്ങുവാ, എനിക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ കിടന്നോടാൻ ആവതില്ലെന്ന് എന്നവരോടായി വിളിച്ചു പറഞ്ഞ് പണിക്കരോടായി, പണിക്കരെ ഒരു മിനിറ്റ് ഞാൻ എൻ്റെ സഞ്ചി എടുത്തു വരാം എന്ന് പറഞ്ഞ് അകത്തോട്ട് പോവാനായി തുടങ്ങുമ്പോഴേക്കും മണി അണ്ണനെ വിളിച്ച്, അണ്ണനും കൂടി ഇറങ്ങിപ്പോയാ പിന്നെ ഞാൻ എന്തു ചെയ്യും എന്ന് ടെൻഷനോടെ ചോദിക്കുമ്പോൾ, നിന്റെ അണ്ണൻ ജീവിച്ചിരിക്കണമെന്ന് നിനക്കില്ലേ മണി എന്ന് മണിയോടായി ചോദിച്ച് പോറ്റി പണിക്കരെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. മോളെ കുറച്ച് വെള്ളം കൊടുത്തെന്ന് നടേശൻ പറയുമ്പോഴേക്കും റാണി തന്റെ ഹാൻഡ് ബാഗിൽ നിന്ന് ബോട്ടിലെ വെള്ളം സന്തോഷിന് കുടിക്കാനായി കൊടുക്കുന്നുണ്ട്. പോറ്റി അപ്പോഴേക്കും തന്റെ റൂമിലെത്തി അലമാരയിൽ നിന്നും ഡ്രസ്സെല്ലാം പെറുക്കി എടുക്കാനായി തുടങ്ങുന്നുണ്ട്. സന്തോഷിന്റെ കയ്യിൽ കെട്ടിയ ചിലങ്ക കണ്ട് ഏതായി ചിലങ്ക എന്ന് റാണി ചോദിക്കുമ്പോൾ, മോളെ അതെ, കൊച്ചിലെ കുറച്ചു നാളെ ഇവനെ പെണ്ണിനെ പോലെ ഒരുക്കി ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടു നടന്നു, അരങ്ങേറ്റവും നടന്നതാ, ഇവൾ ഇടപെട്ടിട്ടാ ഇവൻ ഇങ്ങനെയായതെന്ന് മണിയെ കുറ്റപ്പെടുത്തി നടേശൻ പറയുന്നുണ്ട്. ഇനി എല്ലാം എന്റെ തലയിൽ വെച്ച് കെട്ടിക്കോ, അതാണല്ലോ സൗകര്യം എന്ന് മണിയും പരിഭവത്തോടെ പറയുമ്പോഴേക്കും അവിടെ റൂമിൽ പോറ്റി തന്റെ ഡ്രസ്സെല്ലാം തന്റെ സഞ്ചിയിൽ വാരി നിറച്ചോണ്ട് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാ നല്ലത്, ഇവനൊക്കെ ഇങ്ങനെ കലബാധിച്ച എന്തോ ചെയ്യും ഭഗവാനെ എന്നൊക്കെ പദം പറഞ്ഞ് പോറ്റി ആ സഞ്ചിയുമായി സീറ്റ് ഔട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവനെ കണ്ട് ദേഷ്യത്തോടെ സന്തോഷം നിക്കടാ എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോഴേക്കും എല്ലാവരും കൂടി സന്തോഷിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. വേഗം സന്തോഷിന്റെ മുന്നിൽ നിന്ന് പോ എന്ന് നടേശൻ പോറ്റിയോടായി വിളിച്ചു പറയുമ്പോഴേക്കും, മണി ഞാൻ ഇറങ്ങുവാ, എനിക്കിവിടെ പറ്റത്തില്ലെന്നേ, എന്നെങ്കിലും ഒരുത്തൻ എന്റെ തലമണ്ടയ്ക്കടിച്ച അതോടെ തീർന്നില്ലേ, അസുഖത്തിന്റെ പേരിൽ നിന്റെ കുഞ്ഞൂട്ടൻ രക്ഷപ്പെടുകയും ചെയ്യും
എന്ന് പറഞ്ഞു പോകുമ്പോഴേക്കും കാര്യങ്ങൾ ഈ വിധത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് സഞ്ചി എടുത്തങ്ങ് പോയാൽ മതിയല്ലോ എന്ന് നടേശൻ ദേഷ്യത്തോടെ പറയുമ്പോ ഇല്ല, അടി മേടിച്ച് ചാവാൻ ഇവിടെ നിൽക്കാമെന്ന് പോറ്റിയും. ഒന്ന് പോ അളിയ എന്ന് നടേശൻ പറയുമ്പോ പോ നടേശ എന്ന് പോറ്റിയും. സന്തോഷിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒന്ന് വേഗം പോ അളിയ എന്ന് നടേശൻ വിളിച്ചു പറയുമ്പോഴേക്കും പോറ്റി പണിക്കരെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. പോറ്റി പോയി കഴിയുമ്പോഴേക്കും മോനെ അളിയൻ പോയി, നീ ഒന്ന് അടങ്ങ് എന്ന് സന്തോഷിനോടായി പറയുമ്പോൾ സന്തോഷം അടങ്ങി നിൽപ്പുണ്ട്. പിന്നീട് അവർ സന്തോഷിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. കാളിയൻ വിഷം മൊത്തം കക്കി, കറുത്ത വിഷം എന്ന് ദേഷ്യത്തോടെ സന്തോഷ് വീണ്ടും പറയുമ്പോൾ ഇനി എൻ്റെ കൊച്ചിനെ എന്ത് ചെയ്യുമെന്ന് മണിയും ടെൻഷനോടെ ആനന്ദിനോടായി ചോദിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവനെ ഒരു ഡോക്ടറെ കാണിക്കണം, ആദ്യം മുതലേ ഞാൻ പറയുന്നതാ, ഒന്നും കേൾക്കാതെ ഈ വിധത്തിലാക്കി എന്ന് ആനന്ദ് പറയുമ്പോൾ ഇനി ഞാൻ ആരുടെയും ന്യായം കേൾക്കുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് നടേശൻ ആനന്ദിനോടായി ആനന്ദേ ഒരു നല്ല സൈക്യാട്രിസ്റ്റ് ഏതാന്ന് നോക്കി ബുക്ക് ചെയ്യേ എന്ന് പറയുമ്പോൾ ശരി അച്ചാന്ന് ആനന്ദും സമ്മതിക്കുന്നുണ്ട്. നടേശനും ആനന്ദും റാണിയും പോറ്റിയും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ആകെ പരിഭ്രമത്തോടെയും ടെൻഷനോടെയും മണി അവിടെ തന്നെ നിൽപ്പുണ്ട്. രാത്രി ടീച്ചർ അമ്മയും വീണയും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ടീച്ചർ അമ്മയുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നത്. അമ്മ മൊബൈൽ എടുക്കുമ്പോഴേക്കും ആരാമ്മയെന്ന് വീണ ചോദിക്കുന്നുണ്ട്. അറിയില്ലെന്ന് പറഞ്ഞ് ടീച്ചറമ്മ എഴുന്നേറ്റിരുന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അപ്പുറത്ത് മോഹനായിരുന്നു. ഹലോ, ഇപ്പോൾ ഉറക്കം നന്നായി കിട്ടുന്നുണ്ടല്ലോ അല്ലേ എന്നാ മോഹന്റെ ചോദ്യം കേട്ട് ആരാന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വഴിയെ പിടികിട്ടുമെന്ന് മോഹൻ പറയുമ്പോൾ ആരാന്ന് ടീച്ചറമ്മ വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും ഇനിയിപ്പോ റീജോയിനിങ് കൂടി ആവുമ്പോൾ എല്ലാം സെറ്റായി അല്ലേ, സമാധാനവും സ്വസ്ഥതയുമായി നീ അങ്ങ് സുഖിച്ച് ജീവിക്കും അല്ലേ, നിന്റെ ഉറക്കം കെടുത്തിയിരുന്ന മോഹൻ ഇനിയിപ്പോ ജയിലിൽ ഇടിഞ്ഞു വീണാലും പുറത്തു വരില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് മോഹനാണെന്ന് പിടികിട്ടിയ ടീച്ചറമ്മയും നിങ്ങള് എന്ന് പേടിയോടെ പറയുമ്പോൾ എന്താടി ഈ മോഹൻ ഉള്ള കാലം മുഴുവൻ ജയിലിൽ കിടക്കുമെന്ന് നീ കരുതിയോ, മോഹൻ അങ്ങനൊരു അശുവല്ലാന്ന് നിനക്ക് നന്നായി അറിഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ എവിടുന്നാ നിങ്ങൾ വിളിക്കുന്നേ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. ആഹാ കൊള്ളാലോടി, എന്നിട്ട് വേണം അതങ്ങ് പോലീസ് പറഞ്ഞു കൊടുക്കാൻ അല്ലേ, എന്തായാലും ഇപ്പോൾ എനിക്ക് ചുറ്റും മതിലില്ല, പാറാവുകാരുമില്ല, മനസ്സിലായോ, നീ ഇനി സൂക്ഷിക്കണം, ശരിക്കും പേടിക്കണം, എൻ്റെ കാര്യങ്ങൾ ഇനിയും പുറത്ത് ബാക്കി കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെയാടി സമാധാനത്തോടെ അവിടെ പോയി കിടക്കാൻ പറ്റുക, എന്തായാലും ഇന്നിനി നിനക്ക് പൊള്ളി പനിക്കും അല്ലേ എന്ന് മോഹൻ ചോദിക്കുമ്പോൾ ആ കാലമൊക്കെ കഴിഞ്ഞു എന്ന് ടീച്ചറമ്മയും ധൈര്യത്തോടെ പറയുന്നുണ്ട്. എടി നീ എന്തൊക്കെ പറഞ്ഞാലും പേടിയോടെ തന്നെ കാത്തിരുന്നോ, ഞാൻ ഉടനെ തന്നെ അങ്ങ് വരും, ഗുഡ് ലക്ക് എന്ന് ഭീഷണിയോടെ പറയുമ്പോൾ ശരി എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. അമ്മ കോൾ വയ്ക്കുമ്പോഴേക്കും ആരാ അമ്മേ എന്ന് വീണ ചോദിക്കുമ്പോൾ മോഹൻ ജയിലിൽ ചാടി, നമ്മൾ കാത്തിരുന്നോളാൻ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാ എന്ന് വീണ പറയുമ്പോൾ നോക്കാം നമുക്ക്, അല്ലാതെ അയാൾ പറഞ്ഞ പോലെ പേടിച്ച് പനിച്ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. രാത്രിയിൽ ഉറങ്ങിക്കിടക്കായിരുന്ന വിഷ്ണുവിന്റെ മൊബൈലിലേക്കും ഒരു കോൾ വരുന്നുണ്ട്. ശബ്ദം കേട്ടുണരുന്ന രാധ വിഷ്ണുവേട്ടാ ഫോൺ അടിക്കുന്നു എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ വിളിച്ചുണർത്തുന്നുണ്ട്. അവൻ എണീറ്റ് ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അപ്പുറത്ത് ടീച്ചറമ്മയായിരുന്നു. വിഷ്ണു എനിക്കിപ്പോൾ മോഹന്റെ കോൾ വന്നിരുന്നു എന്ന് ടീച്ചറമ്മ പറയുന്നത് കേട്ട് അമ്പരപ്പോടെ അതെങ്ങനെ, അയാൾ അകത്ത് കിടക്കുവല്ലേ എന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട്. അയാൾ ജയിലിൽ ചാടി, ആദ്യം എന്നെ വിളിച്ച ഭീഷണി എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ എന്ത് പറഞ്ഞെന്ന് വിഷ്ണുവും ജോലിയിൽ റീജോയിനിങ് ചെയ്ത് സുഖിച്ച് ജീവിക്കാമെന്ന് കരുതിയോന്ന്, ഇനിയുള്ള കാലം മോഹൻ അകത്തു തന്നെ കിടക്കുമെന്ന് കരുതിയോന്ന് ചോദിച്ചു. ഇപ്പോൾ അയാൾക്ക് ചുറ്റും മതിലൊന്നുമില്ല, ഇനി അയാളെ പേടിക്കണം സൂക്ഷിക്കണം എന്നൊക്കെയാ പറഞ്ഞത്. അയാളുടെ കാര്യങ്ങൾ ഇനിയും പുറത്ത് ബാക്കി കിടക്കുമ്പോൾ അകത്ത് സമാധാനത്തോടെ കിടക്കാൻ പറ്റില്ലെന്ന് എന്നൊക്കെ ടീച്ചറമ്മ പറയുമ്പോൾ പേടിക്കണ്ട, ഞാൻ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യാം, വിളിച്ച നമ്പർ എനിക്കൊന്ന് മെസ്സേജ് അയക്കേ എന്ന് പറയുമ്പോഴേക്കും ടീച്ചറമ്മയും അത് സമ്മതിച്ച് കോൾ വെക്കുന്നുണ്ട്. വിഷ്ണു കോൾ നിർത്തുമ്പോഴേക്കും എന്താ വിഷ്ണുവേട്ടാ എന്ന് രാധ ചോദിക്കുന്നുണ്ട്. മോഹൻ ജയിലിൽ ചാടിയെന്ന് വിഷ്ണു പറയുന്നത് കേൾക്കെ രാധയ്ക്കും പേടിയാവുന്നുണ്ട്. വിഷ്ണു റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞെന്ന് ടീച്ചറമ്മ വീണയോടും പറയുന്നുണ്ട്. വിഷ്ണു അപ്പോൾ തന്നെ ഫിലിപ്പ് അലക്സാണ്ടർ സാറിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ഹലോ വിഷ്ണു, എന്ത് പറ്റിയെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഹലോ സർ, ഈ സമയത്ത് വിളിച്ചതിന് സോറി, മോഹൻ ജയിലിൽ ചാടി എന്ന് വിഷ്ണു പറയുമ്പോൾ ആണോ, താൻ എങ്ങനെ അറിഞ്ഞു എന്ന് ഫിലിപ്പ് സാറും. ടീച്ചറെ മോഹൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് വിഷ്ണു പറയുമ്പോൾ വിളിച്ച നമ്പറിന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും എടുക്കാം, നമ്പർ എനിക്കും ഒന്ന് ഇട്ടേക്ക്, കാര്യം ജയിലിൽ ഇൻഫോം ചെയ്തേക്ക് എന്ന് പറയുമ്പോഴേക്കും വിഷ്ണുവും അത് സമ്മതിക്കുന്നുണ്ട്. ഇവനൊക്കെ അടങ്ങി ഒതുങ്ങി അവിടെ കിടന്നൂടെ, ഇനി എന്തൊക്കെ ഉണ്ടാവോ എന്തോ, സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തോ നീ എന്ന് ഫിലിപ്പ് സാർ ചോദിക്കുമ്പോൾ ഇല്ല, അറിഞ്ഞ ഉടനെ ഞാൻ സാറിനെയാ വിളിച്ചത്, സ്റ്റേഷനിൽ ഞാൻ ഇൻഫോം ചെയ്യാമെന്ന് വിഷ്ണു പറയുമ്പോൾ ശരി വിഷ്ണു, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്ക് എന്ന് പറഞ്ഞ് ഫിലിപ്പ് സാറും കോൾ വെക്കുന്നുണ്ട്. ടീച്ചറമ്മ അപ്പോഴേക്കും ഈ കാര്യം കൃഷ്ണചന്ദ്രൻ സാറിനെയും വിളിച്ച് അറിയിക്കുന്നുണ്ട്. കൃഷ്ണചന്ദ്രൻ സാർ കോൾ എടുക്കുമ്പോഴേക്കും സാർ കിടന്നായിരുന്നോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഏയ് കിടക്കാൻ പോവുമായിരുന്നു,
എന്തുണ്ട് വിശേഷമെന്ന് സാറും. സാർ, മോഹൻ ജയിലിൽ ചാടി എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ആണോ, സരസ്വതി എങ്ങനെ അറിഞ്ഞൊന്ന് സാറും. അയാൾ എന്നെ വിളിച്ചെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ എന്ത് പറഞ്ഞെന്ന് സാറും. ഇനിയുള്ള കാലം മോഹൻ ജയിലിലായിരിക്കുമെന്ന് കരുതി ജോലിക്ക് റീജോയിനിങ് ചെയ്ത് അങ്ങ് സുഖിച്ച് ജീവിക്കാമെന്ന് കരുതിയല്ലേ എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞങ്ങ് ഒരേ ബഹളമായിരുന്നു. സാർ, ഞാനും സാറുമായിരിക്കും അയാളുടെ ആദ്യ ലക്ഷ്യം. സാറ് രാത്രി ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത് എന്ന് ടീച്ചറമ്മ ഓർമ്മിപ്പിക്കുമ്പോൾ സരസ്വതി ഇക്കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. എന്റെ കഥ കഴിച്ചിട്ട് അയാൾക്ക് സമാധാനമായി ജയിലിൽ പോയി കിടക്കാൻ കഴിയുമെങ്കിൽ അയാൾ കഥ കഴിക്കട്ടെന്നേ, എനിക്കതിൽ പരാതിയില്ലെന്ന് സാറും. സാറ് പറയുന്നതൊന്ന് കേൾക്ക് സാർ, അല്ലാതെ അയാൾക്ക് ജീവിതം ദാനം കൊടുക്കാനൊന്നും നിൽക്കണ്ട. സാർ ഒന്ന് ശ്രദ്ധിക്കൂ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിക്കണേ. ഞാൻ വിഷ്ണുവിനോടും പറയാമെന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോൾ ആയിക്കോട്ടെ, ഞാൻ പറയാമെന്ന് പറഞ്ഞ് സാറും കോൾ വെക്കുന്നുണ്ട്. ടെൻഷൻ ആവണ്ട അമ്മ എന്ന് വീണയും ടീച്ചറമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് രാവിലെ ആവുമ്പോൾ ഭാർഗവനും കൂട്ടരും ടിവിയിൽ ആ ന്യൂസ് കാണുകയാ. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഇരട്ട കൊലപാതക കേസിലെ പ്രതി മോഹൻ ഇന്നലെ ജയിലിൽ ചാടി. പ്രതിക്കായി പോലീസ് ഊർജിതമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ആ വാർത്ത കേട്ട് മഹേഷ് പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴാണ് അവന്റെ മൊബൈലിലേക്ക് രാധയുടെ കോൾ വരുന്നത്. രാധയാണെന്ന് കണ്ട് അവൻ അവിടെ നിന്ന് മാറി അപ്പുറത്തേക്ക് നിന്ന് രാധേച്ചിന്ന് വിളിക്കുമ്പോഴേക്കും എടാ, നീ അറിഞ്ഞല്ലോ അല്ലേ എന്ന് രാധ പരിഭ്രമത്തോടെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോ വാർത്തയിൽ കണ്ടെന്ന് മഹേഷ് പറയുമ്പോൾ ഞാൻ ഇന്നലെ രാത്രിയെ അറിഞ്ഞു. പിന്നെ നിന്നെ വിളിച്ച് വെറുതെ ടെൻഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചു എന്ന് രാധ പറയുന്നത് കേൾക്കെ ചേച്ചി ഇത് രാത്രി ഇങ്ങനെ അറിഞ്ഞു എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. അങ്ങേരെ ജയിലിൽ ചാടിയിട്ട് അമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അങ്ങേരെ എന്നും അകത്തു തന്നെ കിടക്കുമോ എന്ന് ചോദിച്ച് ഭീകര ഭീഷണിയായിരുന്നു. ജോലിക്ക് റീജോയിനിങ് ചെയ്യാന്ന് വിചാരിക്കണ്ടെന്നും പറഞ്ഞു. ഉടനെ അമ്മ വിഷ്ണുവേട്ടനെ വിളിച്ച് പറഞ്ഞു. വിഷ്ണുവേട്ടൻ ഫിലിപ്പ് സാറിനെയും ജയിലിലുമൊക്കെ വിളിച്ചറിയിച്ചു എന്ന് രാധ പറയുന്നത് കേട്ട് പേടിയോടെ ചേച്ചി എന്തോ പ്ലാൻ ഉണ്ട് അങ്ങേർക്ക്, അതാ ജയിലിൽ ചാടിയതെന്ന് മഹേഷ് പറയുന്നുണ്ട്. അന്ന് വിചാരണ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ പറഞ്ഞതത്രേ, കെട്ടിത്തൂക്കിയ കയററുത്തു വരുമെന്ന്. ചേച്ചി, പുള്ളി നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ല, മുറിച്ചിട്ടാ മുറി കൂടുന്ന ഇനമാ എന്ന് മഹേഷ് പേടിയോടെ പറയുമ്പോ അമ്മയെ അയാൾ കൊല്ലുന്ന അമ്മ പറയുന്നേ എന്ന് രാധ പറയുമ്പോ പേടിയോടെ അമ്മയോട് മാത്രമല്ല നമ്മളോടും കാണില്ലേ പക, നമ്മൾ ഒറ്റിയതിന്റെ ദേഷ്യം ഉള്ളിൽ കാണും. നമ്മൾ ശരിക്കും സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് മഹേഷും കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ടീച്ചറമ്മയുടെ വീട്ടിൽ സോമൻ സാറും മേരിക്കുട്ടി ടീച്ചറും ജോണും എല്ലാം ടീച്ചറമ്മയും വീണയും കാണാൻ എത്തിയിട്ടുണ്ട്. വീണ അവർക്ക് ചായയുമായി വരുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചർ സോമൻ സാറിനോടായി പറയുന്നുണ്ട്, ഇവളുടെ വർത്താനം എനിക്ക് അങ്ങോട്ട് തീരെ ദഹിക്കുന്നില്ല, അതാ ഞാൻ സാറിനെയും കൂട്ടിക്കൊണ്ട് വന്നത്. നീ നേരിട്ട് സാറിനോട് തന്നെ പറ എന്ന്. വീണ എല്ലാവർക്കും ചായ കൊടുക്കുമ്പോഴേക്കും ടീച്ചറമ്മയും സാറിനോടായി പറയുന്നുണ്ട്, സാർ, ഞാനും സാറ് പറഞ്ഞ പോലെ റീജോയിനിങ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അന്നേരമാണ് ആ മോഹൻ ജയിലിൽ ചാടി ഭീഷണിപ്പെടുത്തിയത്. റീജോയിൻ ചെയ്യാൻ അനുവദിക്കില്ലെന്ന അയാളുടെ ഭീഷണി. അയാൾ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാ സാർ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യാനാ ടീച്ചർ എന്ന് സോമൻ സാറും. അയാൾ എന്നെ എന്തെങ്കിലും ചെയ്താൽ പ്രശ്നമില്ല, ആരെ ഉപദ്രവിച്ചാലാണ് എനിക്ക് വേദനയുണ്ടാവുക എന്ന് നോക്കിയേ അയാൾ നീങ്ങുകയുള്ളൂ. അയാൾ എന്തും ചെയ്യും എന്ന് പറഞ്ഞ് പരിഭ്രമത്തോടെ ഇരിക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സന്തോഷിനെയും കൃഷ്ണചന്ദ്രൻ സാറിനെയും തട്ടിക്കൊണ്ടുപോയി ടീച്ചർ അമ്മയോട് പകപോക്കുന്ന മോഹന്റെ കാഴ്ചകളാണ് അടുത്തയാഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.